നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. തന്റെ നൃത്തവൈഭവത്താൽ ആസ്വാദകരിൽ അനന്യമായ ഭാവതലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശസ്ത നർത്തകി മേതിൽ ദേവിക. ദേവികയുടെ കലാജീവിതത്തിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. വരട്ടെ. ദേവികയുടെ നിർദ്ദേശവും ആഗ്രഹവും അനുസരിച്ച് ബുദ്ധൻ്റെ യശോധരയുമായി അകലുന്ന വളരെ ആഗ്നേയമായ നിമിഷം, ആഗ്നേയ നിമിഷം എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് ദേവികയ്ക്ക് വേണ്ടി രചിച്ചതാണ്. അത് B. ശശികുമാർ ആണ് ട്യൂൺ ചെയ്തത്. അത് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവിയോടൊരു കുറേ നാളായി നേരിട്ട് കണ്ടിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ആ കൃതി ചെയ്തോ എന്ന് മാത്രമാണ്. ആ ഒരു പ്രോജക്റ്റ് അതെ, അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്റ്റേജിൽ എനിക്ക് കുറെ കൂടെ സെറ്റ്സ് ഒന്ന് ഉപയോഗിച്ചാൽ, നമ്മൾ ഇതുവരെ ലൈറ്റിംഗ് ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഇൻ കേരള ഹാസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് യൂസിങ്. ഇപ്പോൾ കളിക്കണു, വിളക്കിന് മുമ്പ് അത്രയേ ഉള്ളൂ. പക്ഷെ ചില ലൈറ്റിന്റെ ചില പൊട്ടൻഷ്യൽ, അതിന്റെ അർത്ഥം കുറെ ലൈറ്റ്സ് ഒന്നുമല്ല, മൂഡ്സ് ഒരു ലിറ്റിലായി ആക്ച്വലി മൂഡ്സ്. അങ്ങനെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് എടുക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഇതൊരു സ്റ്റൈലൈസ്ഡ് ഡാൻസ് എങ്കിൽ പോലും ഒരു മുഖത്ത് ത്രോ ചെയ്യപ്പെടുന്ന ലൈറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻഡ് ഇത് എനിക്ക് തോന്നിയത് ഈ സിദ്ധാർത്ഥ് വീട് വിട്ട് പോകുമ്പോൾ ഒരു എല്ലാവർക്കും തോന്നാവുന്ന ഒരു ആസ്പെക്റ്റ് ആണത്. അദ്ദേഹം ബുദ്ധനായി എന്നുള്ള വേറൊരു ആസ്പെക്ട്. പക്ഷെ ഇത് ഈ ഒരു രാത്രിയുള്ളൂ, ദ നൈറ്റ് ദാറ്റ് സിദ്ധാർത്ഥ് ലീവ്സ്. അപ്പോൾ അവിടെ വരുന്ന ഇദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരാൾ വരട്ടെ. ഞാൻ ഇന്ന് വരെ മേതിൽ ദേവിയെ കണ്ടിട്ടില്ല, നേരിട്ട് പരിചയപ്പെട്ടിട്ടുമില്ല. അവരുടെ നൃത്തവും നേരിട്ട് കണ്ടിട്ടില്ല. വെറും സാധാരണക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് അവരെ നേരിട്ട് കാണുന്നത് പോലെയല്ല അവർ രംഗത്ത് വരുമ്പോൾ. അത്ഭുതകരമായ ഒരു പരിവർത്തനമാണ് രംഗത്ത് അവരുണ്ടാക്കുക. അവരുടെ രംഗസാന്നിധ്യം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം അവരെക്കുറിച്ചൊരു വാക്ക് പറയാൻ ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അനേകം നൃത്ത ആരാധകരെ പോലെ ഞാനും അവരുടെ നൃത്തം കാണാൻ കാത്തിരിക്കുന്നു. ചോദ്യമായിട്ട് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ദേവിക, എന്നാണ് എനിക്ക് നിങ്ങളുടെ നൃത്തം കാണാൻ കഴിയുക? ചെയ്യണം. അടുത്ത തന്നെ എറണാകുളത്ത് ഒരു പരിപാടി അവതരിപ്പിക്കണം. പിന്നെ എൻ്റെ ഒരുപാട് ചിലപ്പതികാരത്തിൻ്റെ ഒരു നാഷണൽ അവാർഡ് വിന്നിങ് കാലണ്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാലണ്ടറിലത്തെ ഒരുപാട് ചിത്രങ്ങൾക്ക് ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അതിൻ്റെ ലൈൻസ് എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ. ആൻഡ് അതിൽ മെയിനായ ദേവി ചുട്ടരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ ആ ഒരു പിക്ചർ ഹി ഹാസ് റിട്ടൺ, ഉഗ്രദുഃഖത്തിൽ നിന്ന് ഉയർക്കൊണ്ട് ഉഗ്രസംഹാര ദേവത. അങ്ങനെ ധാരാളം പിക്ചേഴ്സിന് ഹി ഹാസ് ക്യാപ്ഷൻഡ്. ആൻഡ് മാത്രമല്ല അതിന് ഒരു കാണാണ്ട് തന്നെ, അതിൻ്റെ മുൻപോ പിൻപോ ഉള്ള ഒരു എക്സ്പ്രഷൻ കാണാണ്ട് തന്നെ ആ വരികളിലെല്ലാം ഉണ്ട്. ദ ഹോൾ സ്റ്റോറി ഈസ് ദെയർ ഇൻ ഹിസ് ലൈൻ. പക്ഷേ റീവൈൻഡ് ചെയ്താലും ഫോർവേഡ് ചെയ്താലും ആ വരികൾക്ക് പ്രസക്തിയുണ്ട് അല്ലേ? അത് ട്രൂ പോയറ്റ് അതാണ്. ആൻഡ് അത് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത്തരം ഒരു പറഞ്ഞ പോലെ പരിചയമില്ല അദ്ദേഹത്തിന്. എൻ്റെ അമ്മാവൻ മേത്തൂർ രാധാകൃഷ്ണനെയാണ് പരിചയം. അതൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ വളരെ സ്പോണ്ടേനിയസ് ആയി. അല്ല, എന്താ കാരണം വെച്ചാൽ ഈ ദേവിക കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേര് ദേവികനെ കണ്ടേര്. ഇതൊന്നും കഴിക്കാതെ ഒളിച്ചു പോയിട്ട് കല്യാണം കഴിച്ചതിൻ്റെ ഒരു ഇത് കൂടി വീട്ടിൽ നിന്നാണ് ബാലൻ്റെ. വരട്ടെ. ഓഫ് സ്റ്റേജിൽ കാണുന്ന ദേവികയല്ല ഓൺ സ്റ്റേജിൽ. ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് ദേവികയ്ക്ക് ഓൺ സ്റ്റേജിൽ വരുമ്പോൾ. ആ കോസ്റ്റ്യൂമിൽ കയറുമ്പോൾ തന്നെ ദേവിക്ക് ഭയങ്കര ഒരു പവർ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഡിഗ്നിറ്റിയാണ് ദേവിക്ക് ഓൺ സ്റ്റേജിൽ. അപ്പം ഞാൻ പലപ്പോഴും ദേവിയോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം. ഒരു ട്രാൻസിൽ പോണ പോലെ തോന്നും. ദേവിക, ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ, ഷെയർ ദിസ് എക്സ്പീരിയൻസ് വിത്ത് ദ ഓഡിയൻസ് പ്ലീസ്? അങ്ങനെ എന്തെങ്കിലും പരിശീലനത്തിലുള്ളതാണോ അതോ സ്വഭാവത്തിലുള്ളതാണോ? പരിശീലനമായിരിക്കും. ഞാൻ ആദ്യം പഠിച്ചത് ഭാഗവതമേള നാടക സമ്പ്രദായത്തിൻ്റെ ഒരു അധിപത്യനായിട്ടുള്ള കലൈമാമണി S. നടരാജൻ. അദ്ദേഹം
പഠിപ്പിച്ചത് ഭരതനാട്യം ആണെങ്കിലും എൻ്റെ അച്ഛൻ എത്തിസലാറ്റിൽ എഞ്ചിനീയർ ആയിരുന്നു, മൊബൈൽ സിസ്റ്റംസ് ഇൻ ദുബായ്. മൊബൈലാണ് പഠിച്ചത് അല്ലേ? ആ, അപ്പം അദ്ദേഹം അവിടെ എഞ്ചിനീയറാണ്. പക്ഷേ ഈ ഒരു ഭാഗവതമേള നാടക എന്ന് പറയുന്നത് ഭരതനാട്യത്തിൻ്റെയൊക്കെ ഒരു പൂർവ്വ രൂപമാണ്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് തഞ്ചാവൂർ. ഇതിൻ്റെ ഒരു മേധാവി എന്ന് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഈയിടെ ഞാൻ പോയി ആ ഭാഗവതമേള നാടകം കാണാനിടയായി. അപ്പോൾ അവിടെ ഞാൻ കാണുന്ന ഈ മാസ്ക് ഇട്ട് ശരിക്കും നരസിംഹനാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷനും ട്രാൻസ്ഫോണ് റിച്വലാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു 10-11 വർഷം ഞാൻ മാസ്റ്റർ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അതായിരിക്കും എനിക്ക് ഇമ്പാർട്ട് ചെയ്ത് കിട്ടിയ, ഞാൻ അറിയാണ്ട് ഇമ്പാർട്ട് ചെയ്ത് കിട്ടിയ ഒരു ട്രാൻസ്. ഐ ഹാവ് സീൻ ഹിം ഗോ ഇൻ ടു ട്രാൻസ് വൈൽ ഡാൻസിങ്. അത് ഇംബൈബ് ചെയ്ത്, പക്ഷെ പഠിപ്പിച്ച് തന്നിട്ടില്ല അതൊന്നും. അത് ഇംബൈബ് ചെയ്ത് കിട്ടിയതായിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ ദൈവസഹായമാണ്. ഇറ്റ് ഈസ് അത് അൺനോൺ എനർജി സംവെയർ. ആൻഡ് നമ്മുടെ കയ്യിൽ ആ ഒരു കംപ്ലീറ്റ് ആർട്ട് ഉണ്ടെങ്കിൽ വേറെ ബോധറേഷൻ ഇല്ലല്ലോ. ജസ്റ്റ് ബി ദാറ്റ്. ഇപ്പം നമ്മുടെ ഈ ദേവദാസികളൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു കല്ലിൽ കൊത്തിയൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അവരുടെ രൂപത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ഭാവയല്ല, അവർ വേറൊരു ലോകത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെച്ചാൽ നമ്മളെങ്ങനെ ഒരു ചിട്ടപ്പെടുത്തുന്ന രീതിയാണ്. പിന്നെ കുറേ പേര് ഒരാൾ തന്നെ നോക്കി നിൽക്കല്ലേ, ഇത് ഏകഹാര്യമാണോ, ഒറ്റ ആളേ ഉള്ളൂ സ്റ്റേജിൽ. ശശിമണി ദേബി, ദ ലാസ്റ്റ് സർവൈവിംഗ് ദേവദാസ് ജഗന്നാഥ്. ഇപ്പൊ ഉണ്ടോന്ന് പൂരി ഇപ്പോഴും അവര് ഉണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ എടുത്താണ് ഒരു 3-4 years ago. അപ്പോൾ അവർ പറയുന്നത് അവർ ജഗന്നാഥ്ജിയെ കല്യാണം കഴിച്ചു. ഞാൻ അവരോട് സംസാരിക്കും, ഇപ്പോഴും ജഗന്നാഥ്ജിയെ നോക്കി അവർ എന്താ പറയണ ലജാവതി ആവുകയാണ്. അപ്പോൾ ഒരു സ്റ്റോണിനെ ഇത്രയും ഒരു ഹ്യൂമൻ ലൈഫിനെക്കാട്ടും ലൈഫ് കൊടുത്തിരിക്കുക. ആൻഡ് അവർ പറയണ സ്വകാര്യം പറയും. അപ്പോൾ കളിക്കുമ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പ് ആരും കാണില്ല, ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പറയും, കോൺവേഴ്സ് ചെയ്യും. ഇവർക്ക് ദുഃഖമുള്ളപ്പോൾ അവരത് പറയും, സന്തോഷമുള്ളപ്പോൾ കളിക്കും. അപ്പോൾ ജഗന്നാഥ്ജി തിരിച്ച് മറുപടി പറയും, നന്നായി. അതേമാതിരി ചില സമയത്ത് ഭയങ്കര ദേഷ്യപ്പെടും. ഇതൊക്കെ ഹലൂസിനേഷൻ ആണോ, അതോ റിയാലിറ്റി ആണോ? യുനോ, ഇറ്റ്സ് എ ഗ്രേറ്റ് സബ്ജക്റ്റ്. അല്ല, ഇതുപോലെ ദേവിക്ക് എങ്ങനെ വല്ല അനുഭവിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള ഒരു വേണമെങ്കിൽ ഞങ്ങൾ സാധാരണക്കാർ ഹാലുസിനേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ദേവി എത്തിയിട്ടുണ്ടോ? വേണമെങ്കിൽ ഒരു വിഭ്രാന്തി, അതൊക്കെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. നമുക്കറിയില്ല, വിഭ്രാന്തി കണ്ടില്ല. വിഭ്രാന്തി എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ ദേവിക അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നു എന്ന് വേണം പറയാം, ആ ഒരു ലെവലിലേക്ക്. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഡാൻസിൽ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാനെവിടെയോ വായിച്ചു, ദേവിയെക്കുറിച്ച് എവിടെ പറഞ്ഞ പോലെ എനിക്കൊന്ന് ആന്ധ്രയിലേതോ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നിറഞ്ഞാടി മറ്റേ ശ്രീകോവിൽ തുറന്നു കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. അല്ല, അതല്ല, അങ്ങനെയല്ല. അത് വായിച്ചതിന്റെ പെർസ്പെക്റ്റീവ് അറിയാതെ ഞാൻ വായിച്ചത് കുഴപ്പമില്ല, ചോദിച്ചതിന്റെ പെർസ്പെക്റ്റീവിലുള്ള അത് എന്താണ് വീക്കെൻഡിനോട് ആരും പറഞ്ഞു, നിങ്ങൾ എഴുതുന്നതിലെല്ലാം എന്താണ് ഇതുണ്ടല്ലോ, അസഭ്യമുണ്ട്. അത് എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല, വായിച്ചപ്പോഴാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെയാണ്. ഞാൻ ഒരു സാധാരണ ദാസികൾ ആടുന്ന ഒരു നൃത്തം അഭ്യസിച്ചു. അവിടെ പോയപ്പോൾ അതേ നൃത്തം കളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവസാനം ശരിക്കും ഇതിൻ്റെ സങ്കല്പം അതാണ്, അവർ ആ ശ്രീകോവിൽ നട തുറക്കും. അവസാനം തുറക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടല്ല, അല്ലല്ല, അവരും വിശ്വസിക്കുന്ന നട തുറക്കും തന്നെയാണ്. എന്താ വെച്ചാൽ അതിന് മുമ്പുള്ള ഒരു നിവേദ്യം പോലെയാണ് ഡാൻസ്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ കുറേ കാലമായി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അവിടെ പോയി കളിക്കാൻ പറഞ്ഞു. ശ്രീകോവിൽ അടച്ചിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കില്ലല്ലോ 11 മണിക്ക് തുറക്കും എന്ന്. പക്ഷേ അത് നേച്ചർ ഒന്ന് തുറന്നല്ല, ആരും തുറന്നു, ഉള്ളിൽ നിന്ന് പൂജാരി തുറന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതിലാണ്. അവിടെയാണ് എൻ്റെ ചോദ്യത്തിൽ വക്രത വന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ തമ്മിലുള്ള ചെറിയ ചില പിണക്കങ്ങളിൽ സാധാരണയായി പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറയും ചില സമയത്ത് ഇങ്ങനെ നൃത്തം പഠിപ്പിക്കാൻ അതിൻ്റെ പിറകിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പറയുമ്പോൾ എന്നും പറയാറുള്ള, വളരെ ബാല്യം തൊട്ടേ പറയാറുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പിന്നെ എന്തിനാ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ നൃത്തം അഭ്യസിപ്പിച്ചത്, പിന്നെ എന്തിനാണ് അമ്മ നിർബന്ധിച്ചത്, അത് എൻ്റെ തെറ്റല്ലല്ലോ. പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ പ്രായപൂർത്തിയായിട്ടും
നൃത്തത്തിൽ ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞിട്ടും അത് പറഞ്ഞ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നൃത്തം പഠിച്ചു എന്നുള്ളതിൽ നീ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? അതോ അതൊരു അത്തരം മഹനീയമായൊരു കല വളർത്തിയെടുക്കാൻ കഴിഞ്ഞു മനസ്സിലാക്കി എന്നുള്ളതിൽ അഭിമാനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അല്ല, അമ്മയുടെ ചോദ്യം അങ്ങനെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാം. ഇല്ല, എനിക്ക് അതിനൊരു ഉത്തരമില്ല. എന്താ വെച്ചാൽ അതിനൊരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ അമ്മ കുറേ തവണ പറയാറുണ്ട്, മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്ത് നമുക്ക് ജീവിക്കായിരുന്നു, അതായത് MBA കഴിഞ്ഞു ജീവിക്കാം. അപ്പോഴാണ് പറയുന്നത് അമ്മ എന്നെയല്ലേ അമ്മ എത്രയോ തവണ എന്നെ കൊണ്ടുപോയതും. പക്ഷേ അതൊക്കെ അമ്മ മക്കൾ തമ്മിൽ എന്തും പറയും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല മാത്രമല്ല എല്ലാം ഇന്നിപ്പോൾ എനിക്കൊരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടില്ല. നോ പൊളിറ്റീഷ്യൻസ് ഹവ് സപ്പോർട്ടഡ് മീ. ഞാൻ കേരള കലാമണ്ഡലത്തിൽ കയറി ചെല്ലുന്ന എൻ്റെ UGC സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഫോർ എ വാക്ക് ഇൻ ഇൻ്റർവ്യൂ 2 years ബിഫോർ. ആൻഡ് അതുപോലും കുറേ പേർക്ക് അത് പ്രശ്നമായിരുന്നു. അപ്പോൾ തികച്ചും എനിക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ഈവൻ നൗ എൻ്റെ അമ്മയും അച്ഛനും. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മോനെ നോക്കണം ഒരു ഫ്യൂ ഡേയ്സ് ചാൽ ഞാൻ ആശ്രയിക്കേണ്ട എൻ്റെ അമ്മയും അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് എല്ലാം തന്നെ അവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒരുപക്ഷെ തിരിച്ച് ഞാൻ അമ്മയോട് ചോദിക്കേണ്ട ചോദ്യമാണ്, മകളെ ചെറിയ പ്രായത്തിൽ നൃത്തം പഠിപ്പിച്ചതിൽ അമ്മ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ആ ചോദ്യം വേണമെങ്കിൽ ദേവിക പലവട്ടം ചോദിച്ചിട്ടുണ്ടാവും, അതാണ് അവര് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്ത് നേരത്താണോ ഇവളെ ഞാൻ പഠിപ്പിച്ചത് എന്ന് 100% അമ്മ പറഞ്ഞു. അങ്ങനെ നമ്മ പറയില്ല. പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വാക്കുകളല്ല വരിക. അപ്പോൾ ഏതെങ്കിലും അല്ല, പൊതുവെ ഞാനിപ്പോൾ നമ്മൾ 3 sisters ആണ്. എൻ്റെ ഫാമിലിയിൽ ബ്ലാക്ക് ഷീപ്പ് ഞാനാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന ഒരു കൺവെൻഷണൽ മോഡ് ഓഫ് തിങ്കിങ്ങോ എൻ്റെ ആദ്യം തൊട്ട് നോക്കിയാൽ തന്നെ യു വിൽ സീ ദാറ്റ്. അല്ലാണ്ട് ഇപ്പോൾ ഞാനൊരു മുകേഷിനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമല്ല, ഈവൻ പ്രയർ ടു ദാറ്റ് ഒട്ടും ഡാൻസ് ഒന്നും ഒരു എഡ്യൂക്കേഷനും ഒരു അക്കാഡമിക്സും ഇല്ലാത്ത സമയത്താണ് ഞാൻ അതും തേടി MBAയും കഴിഞ്ഞ് കാൽക്കട്ട വരെ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1998 ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് മൈ MBA. അതിനു മുമ്പ് 9ാം ക്ലാസ്സിലാണ് ഞാൻ നാട്യശാസ്ത്രം എന്നുള്ള പുസ്തകം ആദ്യമായി കണ്ട് വായിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇത് ഒരു ഡെഫിനറ്റ്ലി ഐ ഫീൽ ഒരു സാധാരണ നോംസിൽ നിന്നും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താ കാരണം വെച്ചാൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതൊരു കൺസർവേറ്റീവായിട്ടൊരു സിസ്റ്റമാണ് നമുക്കിപ്പോഴും ഉള്ളത്. നമ്മൾ എന്തൊക്കെ പ്രോഗ്രസീവാണെന്ന് പറഞ്ഞാലും യാഥാസ്ഥിതിയുടെ ഒരുപാട് തരങ്ങൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമുണ്ട്. മകൾ സെറ്റിൽ ചെയ്ത് കാണുക, അതാണ് എപ്പോഴും ഒരു അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം. സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഡെഫിനിഷൻ ഓഫ് എൻ്റെ അമ്മയും അച്ഛനും അയ്യോ അത് പറയരുത്, അവർ സോ കോൾഡ് കല്യാണം കഴിച്ചേ ഒരു കുട്ടി സെറ്റിൽ ചെയ്യും എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ അല്ല. അതാ പറഞ്ഞ വളരെ പ്രോഗ്രസീവ് ആണ്. യേശു പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു ഓം മാധവൻ്റെ മകനാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓം മാധവൻ നായരുടെ മകനാണെന്ന്. ബന്ധമില്ലല്ലോ, അത് വേറെ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ യാഥാസ്ഥിതിയുടെയും കൺസർവേറ്റീവ്സിൻ്റെ തലങ്ങൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിലും വ്യക്തികൾക്കും ഉണ്ടാവും. അയ്യോ, അത് ആ അർത്ഥത്തിലല്ല അമ്മ ചോദിച്ചത്. ഏതർത്ഥത്തിലാണ് ചോദിച്ചത്? അമ്മ ചോദിച്ചത് അമ്മയുടെ വിചാരം ഓ മാധവൻ നായർ എന്നാണ് പേരെന്നാ, അല്ലാണ്ട് അത് കാസ്റ്റ് ഓമാ. നോ ലെറ്റ് മീ ജസ്റ്റ് കം ടു ദിസ് പോയിന്റ്, വെരി സീരിയസ് പോയിന്റ്. ഇപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞു, പക്ഷേ ബ്ലാക്ക് ഷീപ്പാണ് എല്ലാ കാലഘട്ടത്തിലും ഡാർക്ക് ഹോഴ്സ് ആകുന്നത്. പല വി ആർ ലീഡേഴ്സ്. അതെ, ഞാൻ ചേഞ്ചസ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. In the stream of dance, in the stream of my own art form, in the stream of teaching, in my household, and today I believe even ഒരു larger extent society. അല്പം എക്സെൻട്രിസിറ്റി ഉണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ? അത് ചിലപ്പോൾ അത് പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ടാവും. അവരിലും ഞാൻ എക്സെൻട്രിസിറ്റീസ് കാണാം. ബിക്കോസ് അവരൊക്കെ തിങ്കിങ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അവരൊക്കെ അവരുടെ ആയിട്ടുള്ള ഇപ്പോൾ സാധാരണ ഒരു അമ്മയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് വെച്ചാൽ മോളെ കുറേ പുകഴ്ത്തി. എൻ്റെ അമ്മ പറഞ്ഞത് അതല്ല, വളരെ ഒരു പോയിന്റുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. സീ തിങ്സ് ആസ് ദേ ആർ, അല്ലാണ്ട് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യോ
അതുകൊണ്ട് ഞാൻ എൻ്റെ കുറേ ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യമായാലും ജീവിതത്തിലും ഇന്നും ഐ ഹാവ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി. അല്ല, ഞാൻ ഇപ്പം ദേവികയുടെ ഒരു വ്യക്തിത്വത്തെ അവർ ആ പേഴ്സണാലിറ്റിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവർ പാവങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ സമയമെടുക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ദേ ആർ ട്രൈങ്. യു സി, അവർ എൻ്റെ എല്ലാറ്റിലും അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ വീണാലും അതെ, ഈ റോളർ കോസ്റ്റർ റൈഡിൽ പാവങ്ങൾ അവരും ഒപ്പം, അല്ലാണ്ട് ഒരിക്കലും അവർ ഡിസോൺ ചെയ്യോ, കൂടെ എന്നെ കൈ പിടിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ട്രസ്റ്റ് അവർക്കുണ്ട്. ദേ ഹാവ് ഫെയ്ത്ത് ഇൻ മീ. പക്ഷെ അവർ പറയേണ്ട ഒരു ചുമതല അവർക്കും ഉണ്ട്, അത് എനിക്ക് കേൾക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. പക്ഷേ ഒരു എൻ്റെ ഈ ഒരു ചില ഘട്ടങ്ങളിലൊക്കെ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പം ഇത് കൊണ്ടുവരേണ്ട കാര്യമല്ല എങ്കിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ മാരേജിലുണ്ടായിട്ടുള്ള ഭംഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി നിൽക്കുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒരു സ്വാഭാവികമായിട്ടും പ്രായമാകുന്ന അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും വരും. മകൾ ഈ ഒരു സിറ്റുവേഷനായി അവിടേക്കാണ് സെറ്റിൽ ചെയ്യാന്നൊക്കെ ഉള്ള ഉദ്ദേശിക്കുന്നത് ഇൻവേർട്ടർ കോമ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. അപ്പം ആൻഡ് സെറ്റിലിംഗ് ഇൻ ദി കൺവെൻഷണൽ സെൻസ് ഓഫ് എ മാരേജ്. കറക്റ്റ്, ഫാമിലി ലൈഫ്. അതെ, ഒരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതത്വം. ഇപ്പോൾ എനിക്ക് തോന്നുന്നിപ്പം മുകേഷിനെ വിവാഹം കഴിക്കുന്ന സമയത്തും സ്വാഭാവികമായിട്ടും ദേവിക എന്നുള്ള വ്യക്തി പോലും ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു വശം കണ്ടിട്ടുണ്ടാവും അല്ലേ? അറ്റ്ലീസ്റ്റ് കുറേ SMS ഒഴിവായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അയ്യോ, ഒഴിവായി കിട്ടി. SMS മാത്രമല്ല, ഞാൻ വിചാരിച്ച ഒരുപാട് സൗഹൃദം പോയി കിട്ടി. സൗഹൃദം പോയി കിട്ടിയ എത്രയോ എനിക്ക് നല്ല മെയിൽ ഫ്രണ്ട്സ് ഉള്ളതാണ്. ഫ്രം ദി ഫിലിം ഫീൽഡ്, ഫ്രം ദി എന്താന്ന് അറിഞ്ഞൂടാ, എല്ലാരും കട്ട് ഓഫ് ചെയ്തു. ഒന്നെങ്കിൽ അവർ പ്രോബ്ലി ഞാൻ അവരോട് പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ അത് എൻ്റെ വളരെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ഇത് കേട്ടോട്ടെ നന്നായി ദേവിക എന്ന് വിളിച്ചവരുണ്ട്. യു ക്യാൻ ഫൈൻഡ്. പിന്നെ ജെന്വിൻ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ്, ദേവിക എന്ത് പറ്റി, ചിലവർ വിചാരിച്ച് എന്നെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന്. പിന്നെ എന്താ വെച്ചാൽ സാധാരണ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ്, അവരൊക്കെ പലതും ആണല്ലോ, അവർക്ക് സിനിമ എന്ന് പറയുന്ന ഒരു പേടിയാണ്. അപ്പം ആ ഒരു റിയൽ ആയിട്ടുള്ളൊരു കൺസേൺ കാണാം. പിന്നെ ചിലവർ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് നഷ്ടപ്പെട്ടു. സോ ഫ്രം ദി മെയിൽ ഡൊമെയിൻ. ഇപ്പം കംപ്ലീറ്റ് SMS ഇൻബോക്സ് ഫ്രീ ആയോ? എന്നിട്ടും ഫ്രീ ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. അതല്ല ഉദ്ദേശിച്ചത്. കുറേയൊക്കെ വേണം. അല്ല, ഈ ഇതിലേക്ക് വരുമ്പോൾ മുകേഷേട്ടൻ്റെ കുറെ കുറഞ്ഞു എന്നാ തോന്നുന്നു. കുറഞ്ഞോ? 4-5 ഫോണുണ്ട് മൂപ്പർക്ക്, അതറിയാലോ. അതൊന്നും മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല, അതൊരു ആശ്വാസമുണ്ട്. ദേവിക, മുകേഷ് ഭയങ്കര ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാൾ, ഒരുപാട് സൗഹൃദങ്ങൾ. സാധാരണ സിനിമാ നടന്മാരെക്കുറിച്ചും സിനിമാ ആൾക്കാരെക്കുറിച്ചും അവർ അർഹിക്കാത്ത രീതിയിലുള്ള ഗോസിപ്പുകൾ, ഒരുപക്ഷെ അവർ മനസ്സാ വാച കർമ്മണ വിചാരിക്കാത്ത ഗോസിപ്പുകൾ, അത് ആ ഫീൽഡിൻ്റെ പ്രത്യേകത. ലൈംലൈറ്റ് ഉള്ളിടത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടാകും. ദേവിയോട് വളരെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾക്ക് പോലും വേണമെങ്കിൽ തോന്നിയേക്കാം, എന്തിനാണ് അവളൊരു സിനിമാക്കാരനെ കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഒരുപാട് ആശങ്കകൾ വേണമെങ്കിൽ ദേവികയിലേക്ക് പാർന്നതുണ്ടാവും. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഘട്ടത്തിൽ വെച്ചിട്ട് ഒന്ന് പിന്നോട്ടൊന്ന് അടിച്ചോ മനസ്സ്? അയ്യോ, ഞാൻ കല്യാണം ആ നിമിഷം വരെ ബാക്ക് ഔട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ടു ബി വെരി ഓണസ്റ്റ്, വേറെ ഒന്നുമല്ല, ഇതെന്താവും, ശരിയാണോ? പിന്നെ ദൈവത്തിനെ വിളിച്ച് നമ്മൾ നല്ലതാവുക ശരിയാവുക അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് ഇപ്പോൾ മനസ്സിലായി. നല്ലതാക്കുക, മേക്ക് ഇറ്റ് റൈറ്റ്. അപ്പോൾ ആ ഒരു ഫൈനൽ കോൾ അതായിരുന്നു, യു ആർ ദെയർ വിത്ത് മീ, ഐ വിൽ മേക്ക് ഇറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെന്നെ ആയാലും ഇദ്ദേഹം എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. വൈ ഐ ഡോണ്ട് നോ. ഹീ ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ, ഹീ ഈസ് വെരി ലവിങ്, ഹീ ഈസ് വെരി അഫെക്ഷനറ്റ്. എനിക്കറിയാം, എൻ്റെ 90% ഓഫ് ദ പീപ്പിൾ ഹു ഹവ് ആസ്ക്ഡ് ആദ്യം ചോദിക്കും, മോനിപ്പോൾ എവിടെയാ? അപ്പോൾ ഞാൻ അമ്മയും അച്ഛൻ പറയും അവളുടെ കൂടെയാണ്. ഓ, എന്നാൽ പിന്നെ ഹോസ്റ്റലിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ കൺവെൻഷണൽ മോഡ് ഓഫ് തിങ്കിങ് ഫോർ ദ പീപ്പിൾ ആർ ദാറ്റ് we will not be looking after my son. അപ്പോൾ ഇത് നടന്നു വരുന്ന ഒരു പ്രവണത, അവിടെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. നോ, സിമിലർലി, അയ്യോ എന്നാലും അച്ഛനായിട്ട് അത്
he still talks to Rajiv every day. He still goes to his Achama's house. അപ്പോൾ I have എന്നോടിപ്പം പാസ്റ്റത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇഫ് യു ആസ്ക് മീ എന്ത് പറ്റി നിങ്ങളുടെ എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് ഐ ഹാവ് ലേൺ ടു ഫർഗെറ്റ്. ഹാർമണൈസ് ചെയ്യുക എത്രയും ഇന്നത്തെ കാലത്ത് നല്ലതാണെങ്കിൽ എല്ലാ റിലേഷൻഷിപ്സിലും ഞാൻ ശരിക്കും തൂങ്ങി നിൽക്കുകയാണ്. ബിക്കോസ് എല്ലാവരും പ്രഷ്യസ് ആണ് എന്നുള്ള ഒരു അറിവ്. നോബഡി ഈസ് പെർഫെക്റ്റ്ലി റൈറ്റ്, നോബഡി ഈസ് പെർഫെക്റ്റ്ലി റോങ്. പ്രപ്പോസലിൻ്റെയും വിവാഹത്തിൻ്റെ ഇടയിൽ 6 മാസം ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 6 മാസം. ഈ 6 മാസം എന്ന് പറയുന്നൊരു അഗ്നിപരീക്ഷയായിരുന്നു എൻ്റെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കെട്ടണം എന്ന് വിചാരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും വേണ്ടാന്ന് വിചാരിക്കും. അല്ല, മെയിനായി എൻ്റെ ഒരു 1.5 മാസം മുമ്പ് പബ്ലിക് നോട്ടീസ് ഇട്ടു രജിസ്റ്റർ ഓഫീസിൽ നിന്ന്. അതിനുശേഷമാണ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. പക്ഷെ അതിലും നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്യാം ഇഫ് യു വാണ്ട് ടു സീ. നോട്ടീസ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ. പക്ഷെ അതിലാണ് ഒരു ഓക്കെ. അപ്പോൾ കുറേ പേർക്ക് പാലക്കാട് കുറേ പേര് അറിഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് പബ്ലിക്കായിരിക്കുകയല്ലേ. മീഡിയക്കാരെന്നെ എന്നെ വിളിച്ച് ചോദിച്ചിട്ട്, പക്ഷെ നമ്മൾ അതിനെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ദേവിക എന്ന് പറഞ്ഞു. ഞാൻ പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം ജസ്റ്റ് പ്രേയിങ് ടു ഗോഡ്. ഇത് എന്താണ്, ഹി സീംസ് ലൈക്ക് എ നൈസ് പേഴ്സൺ ആൻഡ് എവറിത്തിങ്. പക്ഷെ ഇത് ഇറ്റ് ഹാപ്പൻസ് ഫോർ എവറിത്തിങ്, നോട്ട് ഓൺലി മുകേഷ്. അല്ല, അതല്ല ദേവികയുടെ ആദ്യ വിവാഹത്തിലും അത് സംഭവിച്ചിട്ടുണ്ടാകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏതെങ്കിലും തീരുമാനത്തിലും ഉണ്ടാകാൻ വേണം. പുതാൻ പറഞ്ഞ ജോലി വിടുന്നു, MBA എന്നുള്ള പ്രൊഫഷനോട് തന്നെ ഇവിടെ പറയുന്നു, വേറെ ഇതിലേക്ക് പോകുന്നു. അപ്പോഴൊക്കെ ഈ അഗ്നിപരീക്ഷ ഉണ്ടാകും. പക്ഷേ ഇതെന്ന് പറയുന്നാൽ യു കാൺട്ട് അഫോർഡ് ടു ഫെയിൽ അഗെയിൻ. ആൻഡ് ദാറ്റ് ടു ദേർ ഈസ് എ ചൈൽഡ് ഇൻവോൾവ്ഡ്. അതെ. അപ്പോൾ ഇവിടെ ഒറ്റൊന്നേ ഉള്ളൂ, മേക്ക് ഇറ്റ് റൈറ്റ്. വർക്ക് ചെയ്യിപ്പിക്കുക, മേക്ക് ഇറ്റ് റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. അതിൽ ഒരുപക്ഷെ മുകേഷിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ ദേവിക്ക് ഒരുപാട് കരുത്ത് തന്നിട്ടുണ്ടാകാം. എന്താ കാരണം വെച്ചാൽ നമ്മൾ ആൾക്കാരെ അളക്കുന്നത് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളെ എൻഗേജ് ചെയ്യുകയാണ്. എൻഗേജ് ചെയ്യുമ്പോൾ ആ എൻഗേജ് ചെയ്യുന്നത് ഒരു പ്രത്യേക ചോദ്യത്തിന് മറുപടി കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ ചോദ്യത്തിന് പിന്നിലുള്ള ഒരു വികാരത്തെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ആൻസറിന് പുറകിലുള്ള ഒരു സ്പിരിറ്റിന് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള വേണമെങ്കിൽ ടെലഫോണിക്കായിട്ടുള്ള എക്സ്ചേഞ്ചസിൽ നിന്ന് ഒരുപാട് വേണമെങ്കിൽ ദേവിക്ക് ആർജിക്കാൻ പറ്റിയിട്ടുണ്ടാവും. മുകേഷ് എന്നുള്ള വ്യക്തിയുടെ ക്യാരക്ടർ വേണമെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിച്ചോ? കുറേയൊക്കെ ചെയ്യാം, നമുക്ക് ജീവിക്കുക അല്ലാണ്ടൊന്നും നടക്കില്ല. യു ഹാവ് ടു ലിവ് വിത്ത് ദ പേഴ്സൺ. ആൻഡ് എനിക്കൊരു if there had been an open convention, I would probably have gone and lived in. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ധൈര്യമോ നമ്മുടെ സിസ്റ്റം അതിലും കുറേ നൂലാമാലകളുണ്ട്. പക്ഷേ ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു നോ എ പേഴ്സൺ എൻറ്റയർലി. ഇനിയിപ്പോൾ എത്രയോ വർഷം ജീവിച്ച ആൾക്കാർ വീണ്ടും ഡിവോഴ്സ്. ഈയിടെ ഒരു വളരെ എൽഡർലി ആയിട്ടുള്ള കപ്പിള് എത്രയോ 40 വർഷം ജീവിച്ച് പലപ്പോഴും നമ്മൾ ഒരു സൗഹൃദത്തിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ആശങ്കകളുണ്ട്, നൈറ്റ് മെയർസ്. അതാണല്ലോ നമ്മൾ പലപ്പോഴും ഉറക്കത്തിൽ ഞെട്ടിയിരുന്നിട്ടില്ലേ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടം വിവാഹം കഴിഞ്ഞിട്ട് ഞാനും രാജീവ് ഇസ് മൈ എക്സ് ഹസ്ബൻഡ് സെപ്പറേറ്റായി ഇരുന്ന് ഒരു 6.5-7 വർഷമാണ്. എന്നാൽ പോലും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറേ രാത്രികൾ ഞാൻ കണ്ണ് തുറന്ന് എണീക്കുന്ന എൻ്റെ ബാംഗ്ലൂർ വീട്ടിലാണ്. അന്ന് ദേവാങ് എത്രയോ മാസം, കൊച്ചുകുട്ടി നടുവിൽ, രാജീവ് അവിടെ. ഇതെൻ്റെ സ്വപ്നമാണ്, പക്ഷെ സ്വപ്നം വളരെ റിയലായി തോന്നുക. എന്നിട്ട് ഞാൻ പോയി, ഓ രാജീവ്, ഐ സോ ബാഡ് ഡ്രീം എന്നാണ് ഞാൻ പറയണത്. ആൻഡ് നേരെ പോയി കാണുന്നത് എനിക്ക് വേഗമായിട്ടാണ് ഓർമ്മ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എവിടെയോ മുകേഷ് ഏട്ടൻ്റെയാണ് ഏതോ സിനിമയിലോ. And I'm crying because there is an identification there even in the dream. എന്നിട്ട് കണ്ണു ഓർക്കുന്ന വീണ്ടും എൻ്റെ കട്ടിലാണ്, വിത്ത് ദേവാങ് again in between, but as a grown up boy. ഈ ഒരു മാനസികം ഒരു ടോർച്ചറായിരുന്നു എനിക്ക്, which is real, which is unreal. I have not told it to anybody. I needed psychiatric counseling to a great extent because വേറൊന്നുമല്ല, എനിക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നുള്ള ഒരു അത് മേ ബി ആസ് എൻ ആർട്ടിസ്റ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഈ തോട്ട്സ് ഇങ്ങനെ വേൾഡ്വിൻഡായി വരികയല്ലേ. പക്ഷേ ലക്കിലി ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ അങ്ങനത്തെ നൈറ്റ് മെയർ അത് അവിടെ ഉണർന്നുകൊണ്ടല്ല. ദ നൈറ്റ് മെയർ ഇസ് ദിസ് നോട്ട് ഹിയർ നോട്ട് ദെയർ. എന്നിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ കണ്ണോർക്കുമ്പോൾ ഇവിടെ വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഐ ഡോണ്ട് നോ ഫോർ ഹൗ മെനി റിയൽ ടൈം മിനിറ്റ്സ് ഇറ്റ് ഇസ് ഗോയിങ് ഓൺ.
ഉറക്കത്തിലത്തെ ടൈം അല്ലല്ലോ നേരിട്ടുള്ള ടൈം. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചോളം വല്ലാണ്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം. ഒരാളോടും പറയാനും പറ്റില്ല, അത് റിക്കവറിയോന്നും അറിഞ്ഞൂടാ. അത് ദേവിക സ്വാഭാവികമായിട്ടും കാരണം വെച്ചാൽ നമ്മുടെ ഈ വികാര വിക്ഷോഭങ്ങളുടെ തീഷ്ണത വർദ്ധിക്കുമ്പോൾ അത് നമ്മളെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കൊണ്ടുപോകുക. വെച്ചാൽ പിന്നെ രണ്ടാമത്തെ കാര്യം റിയൽ ഏതാണ് അൺറിയൽ ഏതാണെന്നുള്ളതൊക്കെ ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ്. ഭയങ്കര ഡിബേറ്റബിൾ. എന്താ വെച്ചാൽ 2 സ്വപ്നത്തിൽ എണീക്കുമ്പോൾ എനിക്ക് റിലീഫാ, മനസ്സിലായില്ലേ? ഓരോ പോയിന്റിൽ 2 സ്വപ്നത്തിലും റിലീഫാണ് എണീക്കുമ്പോൾ. പക്ഷേ അറ്റ് എ പോയിന്റ് വേർ ഐദർ ദ പാസ്റ്റ് ഓർ ദ ഫ്യൂച്ചർ കാണുമ്പോഴാണ് ഞാൻ കരയുന്നത്. സോ എനിക്ക് ബ്ലൈൻഡ് ഫെയ്ത്ത് കർമ്മത്തിലുണ്ട്. എൻ്റെ ചേച്ചി ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. കർമ്മ, നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് ഐ ബിലീവ് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദിസ് ലൈഫ്. സോ വാട്ട് എവർ യു ഡു, ഐ തിങ്ക് യു ഷുഡ് ഡു ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി ആൻഡ് ഡു ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് 100 people benefit out of it. അങ്ങനെയുണ്ടോ? അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ അതൊരു ഭയങ്കര എനിക്ക് അതാണ് അത്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, അതിപ്പോൾ നിങ്ങളെ എപ്പോഴും അത് വിടാതെ പിന്തുടരും, നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അത് ഞാൻ ജന്മാന്തരങ്ങളിലൂടെ എന്ന് പറയില്ല, ഇല്ല, ഈ ജന്മത്തിൽ തന്നെ ചിലവർക്ക് അതാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ പറയുന്നു ദൈവം കോപിക്കും, ദൈവം ചിലപ്പോൾ ഒന്നും ചെയ്തൊന്നും വരില്ല. സംഭവം നമ്മൾ തന്നെയാണ് നമ്മളെ തന്നെ പണിഷ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ. വരട്ടെ, ഇവിടെ ഒരാൾ വരട്ടെ. ഞാൻ ഒരു മാഗസീനിൽ വായിച്ചിട്ടാണ് മാം മൂവ്മെൻറ്റ് തെറാപ്പി ചെയ്യുന്നതിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. സോ ഇത്രയും വലിയൊരു ഡാൻസർ മൂവ്മെൻറ്റ് തെറാപ്പിയിലൂടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ മാമിനോട് വളരെ വലിയൊരു അഡ്മിറേഷൻ തോന്നി. സോ മാം മൂവ്മെൻറ്റ് തെറാപ്പിയെ പറ്റി കൂടുതൽ ആലോചിക്കുന്നതും അത് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുത്തതിനും എല്ലാം പുറകിലുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഈ കുട്ടി ഒരു പ്രത്യേകതയുള്ള കുട്ടിയാണ്. ഞാൻ ഇന്നിപ്പോൾ ആദ്യമായി കാണുകയാണ്. കുറേ വർഷങ്ങളായി SMS ചെയ്യുന്നൊരു കുട്ടിയാണ്. ഇപ്പം ഞാൻ സാധാരണ SMS-നൊന്നും മറുപടി അയക്കാറില്ല. പക്ഷേ ഈ കുട്ടിയിൽ സ്ലോലി ഈ കുട്ടിയുടെ ഇപ്പം എൻ്റെ ഒരു മൂവ്മെൻറ്റ് തെറാപ്പിയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് ഈ കുട്ടി SMS ചെയ്യുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. ഒട്ടും സീരിയസ് അല്ലാണ്ട് ഓരോരു ഫാഡിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ കുട്ടി ഓരോ മെസ്സേജിലും ഞാൻ ഇത് ചെയ്തു, ഈ കോഴ്സ് ചെയ്തു, സൈക്കാട്രി ചെയ്തു, MSc സൈക്കോളജി. I am finding that she is actually taking it up seriously just through messages. അത്ര ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. കാര്യമായിട്ട് ഞാനൊരു ട്രയൽ ആൻഡ് എററിലാണ് ചെയ്യുന്നത്. ബട്ട് ഐ ഹാവ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ദാറ്റ് ഇമ്പാക്റ്റ് ഓൺ എ ഗേൾ ദാറ്റ് ഐ ഹാവ് നോട്ട് ഈവൻ സീൻ. ഷീ ഈസ് വർക്കിംഗ് സോ ഹാർഡ്. ബട്ട് ടുമോറോ വളരെ എന്നെ വിളിക്കുകയാണ്, ഞാനൊരു എനിക്കറിയില്ല അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ, ഞാൻ ഡെഫിനറ്റ്ലി ഈ കുട്ടിയെ വിളിക്കും. അതൊരു വലിയൊരു കാര്യമല്ലേ? ഒരു കലാകാരി കലാകാരൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവി ഇവർക്കൊക്കെ ഒരു എന്താ പറയണ്ടേ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്തായിരിക്കും ദേവിയിൽ നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്? പക്ഷേ ദേവി എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ കലയുടെ ലോകത്ത് മാത്രമല്ല, കലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സാമൂഹ്യ തലത്തിൽ എന്തായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യും ഒരാൾക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നിട്ട് ഞാൻ വരാം. I think the one question that I would ask her is, ഇത്രയും അച്ചീവ്മെൻറ്റ്സ്, ഇത്രയും ടാലൻറ്റ്, ഈ ഫെയിം, ഇതൊക്കെ വെച്ചിട്ട് ഈ ആർട്ട് ഫോം യൂസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പുവർ നീഡി വിമൻ, സഹായം ആവശ്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ദേവിക ഈ ആർട്ട് ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ചേച്ചിയുടെ ക്വസ്റ്റ്യൻ അഗൈൻ ഒരു പോയിന്റ് ഉണ്ട്. ബിക്കോസ് അവർ ഫോബ്സ് വുമൺ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് എഡിറ്റർ ആയതുകൊണ്ട് ഷീ ഈസ് വർക്കിംഗ് ഫോർ ദ കോസ് ഓഫ് വിമൻ ഇൻ ആഫ്രിക്ക. സോ ഒബ്വിയസ്ലി ഒരു നാഷണൽ ആംഗിളിലേ ചേച്ചിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരു സൊസൈറ്റൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്തു, അത് ഫൗണ്ടേഷന് കൊടുക്കുക, ഇത്തരം പുവർ ആൻഡ് നീഡിക്ക് കൊടുക്കുക, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചാരിറ്റി അത് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാൻസർ ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു ആർട്ട് ഫോം വെച്ചിട്ട് ഐ തിങ്ക് yet to see how it can directly affect many people immediately, many women. എന്താ വെച്ചാൽ ഇതൊരു പ്രൈമറി നീഡല്ല. അവരുടെ നീഡ് ഫോർ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഇസ് പ്രൈമറി. ഡാൻസ് ഒക്കെ എന്താ പറയുക, ഏതാ മാസ്ലോസ് ഹൈറാർക്കിയിൽ ഐ തിങ്ക് സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഐ തിങ്ക് ഒരു സ്പിരിച്വൽ ലെവലിലായിരിക്കും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. വേർ ഒരു ഇമ്മീഡിയറ്റ് ഫൈൻ ട്യൂണിങ്ങും
അവരെ ചില സെഷൻസിൽ കൂടെ ഇരുന്ന് ഒന്നും വേണ്ട, നമ്മൾ പുരാണങ്ങളിലെ കഥാപാത്രം ഒന്നും വേണ്ട, ഭഗവത്ഗീതയിൽ ചില ഭാഗങ്ങൾ എടുത്താൽ തന്നെ ലൈഫിൻ്റെ ചില കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊരു ക്ഷണത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. പക്ഷേ ഐ തിങ്ക് ഇനിയും ദർ ഇസ് എ ലോങ് വേ ടു ഗോ ഇൻ ടു റിയലൈസിങ് ഹൗ ഐ ക്യാൻ ഒരു സോഷ്യൽ എനിക്കൊരു ഡാൻസ് ആക്ടിവിസ്റ്റ് ആവണ്ട, ഞാൻ ഒരു ആക്ടിവിസമോ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു ഡാൻസ് ഡ്രാമ ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സ്ട്രെങ്ത് ഞാൻ തന്നെയാണ്. ആൻഡ് ഞാൻ എൻ്റെ ഇത്രയും കാലഘട്ടത്തിൽ എൻ്റെ ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാർ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു പറയാൻ ചിലവരൊക്കെ എന്നെക്കാട്ടിലും വയസ്സ് മൂത്തവർ വന്നാൽ ചിലപ്പോൾ കാല് പിടിക്കുക. അപ്പോൾ അവരെന്നെ എല്ലാ കാല് പിടിക്കുന്നത്, അവർ ആ കണ്ടതിനെ ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഇത് ഒരു വൈഡർ പേർപ്പസിൽ തീർച്ചയായിട്ടും നമുക്ക് തീർക്കാം. ബട്ട് ഐ ആം യെറ്റ് ടു ഐഡൻറ്റിഫൈ ഹൗ ടു റിയലി ഡു ഇറ്റ് ഇൻ എ വേ, ഈ ഒരു സ്ട്രീമിൽ നിന്നുകൊണ്ട്. പിന്നെ ക്ലാസ് തുടങ്ങാൻ നമുക്ക് ഡെസ്റ്റിറ്റ്യൂട്ട്സിനെ പഠിപ്പിക്കുക, അതല്ലാണ്ട് ഇൻ ദ വേ, ഇൻ ദ തിങ്കിങ് ഓർ ഇൻ ദി അപ്രോച്ച് ടു ലൈഫ്, ഹൗ ക്യാൻ യു ക്രിയേറ്റ് ആൻ ഇമ്പാക്ട്. ദേവിയുടെ ജീവിത കാഴ്ചപ്പാടുകളിൽ വലിയൊരു പരിണാമം സംഭവിച്ചു. ഒരുപക്ഷെ 5 വർഷം മുമ്പുള്ള ദേവിയിൽ നിന്ന് ഇന്നത്തെ ദേവിക്ക് എത്ര ശതമാനം മാറ്റം വന്നു? വലിയ മാറ്റം വന്നു ഞാൻ വിചാരിക്കുന്നു. അറിഞ്ഞൂടാ, ഞാൻ PhD പ്രോഗ്രാം അവസാനം എൻ്റെ വൈവ കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് അതായിരുന്നു. 5 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. 5 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ ഇങ്ങനെയാവും. അതാണ് മാറ്റം. പക്ഷെ എന്തായാലും അച്ഛനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. വരട്ടെ. ഈ ഒരു ഹൈഡ്രജൻ ബോംബിന് രൂപം നൽകിയ ഒരാളെ നമ്മൾ കൊണ്ടുവരണം. അതെ, ദേവിയുടെ അച്ഛന് ചെറുതായി ചുമയുടെ ഒരു അസുഖമുണ്ട്. അപ്പോൾ വാക്കുകൾ തടസ്സപ്പെടുമോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ട് ദേവിയുടെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ചോദിക്കാനുള്ള ചോദ്യം, ദേവിയുടെ മകൻ ദേവാങ്ക് ഒരു പക്ഷേ നൃത്തകലയിൽ നല്ലപോലെ പ്രാഗൽഭ്യം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ അച്ഛനമ്മമാർ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും ദേവിക്ക് സ്വന്തം മകന് നൽകാൻ കഴിയുമോ? അതോ അവൻ്റെ ആൺകുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുമോ? വീട്ടുകാരൊക്കെ ഉത്തരം മുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഡബിൾ ഹെഡ്ജ് വെപ്പണത്. അല്ല, അതെ, ഒരു ജാഗ്രതപ്പെടുത്തൽ കൂടിയാണ്. ഞാൻ ഇപ്പം തന്നെ പറയാം, എൻ്റെ അപേക്ഷയിൽ എനിക്ക് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇല്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവരതെങ്ങനെ ചെയ്തതെന്നും അവരെങ്ങനെ ചെയ്യുന്നു. അവരെങ്ങനെയാണ് എന്നെ സഹിച്ചെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് 3 പേര്, നോട്ട് 1. പക്ഷെ അവരൊക്കെ കുറേ കൂടി ഈസി ചിൽഡ്രൻ ആണ്. എൻ്റെ മകൻ ഒന്നാമത് ആ താല്പര്യം ഒന്ന് കാണിക്കട്ടെ, കാണിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണം, നൃത്തത്തിൽ അല്ലെങ്കിൽ പോലും പഠിത്തത്തെങ്കിലും. സോ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ എനിക്കറിയാം. ഇപ്പം എത്ര വയസ്സായി? 8 years. 8 വയസ്സായി. 3ാം ക്ലാസ് പഠിക്കുന്നു അല്ലേ? ഓക്കെ, അതായത് പെട്ടെന്ന് കണ്ടു. പക്ഷേ വേണമെങ്കിൽ ആ ഒരു അഭിരുചി തിരിച്ചറിയേണ്ട പലതിലും കാണിക്കാം. ഒരു എനിക്ക് ആരാണ് അവൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്? അമ്മയാണോ അച്ഛനാണോ? രാജീവാണോ ദേവിയാണോ? 2 പേരും അല്ല, അച്ഛമ്മയാണ്. അതായത് അച്ഛൻ്റെ അമ്മയാണ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ്. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവൻ ആ വഴി തിരിയും. എന്ന കാരണം വെച്ചാൽ അച്ഛമ്മയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും അവൻ ഏറ്റവും കൂടുതൽ സ്വാധീനം. അല്ല, ഏത് വഴിയായാലും നന്നായാൽ സ്വീകാര്യം. ഏത് വഴിയും നല്ലതാണ്. ഏത് വഴിയല്ല, നല്ലതാവണം, അവന് നല്ലതാവണം. അതല്ല ഞാൻ പറഞ്ഞപ്പോൾ കലയാകാം, വേറെ സാഹിത്യമാകാം, ഏതും. അല്ല, സാഹിത്യത്തിൻ്റെ ഒക്കെ അഭിരുചി അവനിലുണ്ട്, താളത്തിൻ്റെ അഭിരുചി ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ആൺകുട്ടിയാണ്, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള എൻ്റെ മകനല്ലേ. സോ അതിൻ്റെ ആയിട്ടുള്ള കുറേ അതിൻ്റെതായ കുറേ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങളുണ്ട്. അവന് ഈ നൈറ്റ് മേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. എന്തായാലും വരട്ടെ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അറിവുള്ളൊരു വ്യക്തിയാണ് ദേവിക. അപ്പോൾ ദേവികയുടെ ആ നൃത്തത്തിലുള്ള അറിവും, മുകേഷ് ഏട്ടൻ ജനിച്ചപ്പോൾ മുതൽ നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമം കണ്ടും അറിഞ്ഞും വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ സന്നിവേശിപ്പിച്ചിട്ട് ഒരു പുതിയ ഒരു കലാരൂപം, അതായത് നിങ്ങൾ രണ്ടുപേരുടെയും പാർട്ടിസിപ്പേഷൻ രംഗത്തുണ്ടാകുന്ന തരത്തിൽ ഒരു പുതിയ ഒരു കലാരൂപം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? സന്ധ്യയുടെ അതിനെ വേണം ഒരു തരത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സാധനം യു വിൽ ചിന്തിക്കുന്നുണ്ടോ? അതോ ചിന്ത
കുത്തിവെച്ചിരിക്കുകയാണോ സന്ധ്യ ഇപ്പോൾ? അറിഞ്ഞൂടാ, അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റിങ്ക്റ്റിൽ പലതും തോന്നുന്നുണ്ടല്ലോ. ആഗ്രഹങ്ങളാണ് പലപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. പക്ഷേ ചെയ്യുമ്പോൾ അത് നല്ലോണം വർക്ക് ഇട്ടിട്ടും അല്ലാണ്ട് ഡാൻസോ നാടകമോ എന്ന് നമുക്കറിയാത്ത ലളിതമായിട്ട് ഇപ്പോൾ അവർ ചോദിച്ചതിൻ്റെ ഒരുപക്ഷെ എൻ്റെ സാധാരണ ശരാശരി പ്രേക്ഷകർക്ക്, എന്നെ പോലുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ദേവികയെയും മുകേഷിനെയും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ കാണുമോ സ്ക്രീനിൽ കാണുമോ, അതാണ് എൻ്റെ പച്ച മലയാളത്തിലുള്ള പരിഭാഷ. കാണാതിരിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാണുക എന്നുള്ളതായിരിക്കുമല്ലോ ബെസ്റ്റ്. തീർച്ചയായിട്ടും. ദേവിക, പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാടി 2 മുദ്രയും കൂടെ കാണിക്കേ. നിറമധു പുതിയ പൂങ്കളം തന്നിൽ വിലസിന മൂലതായേ നിറമധു പുതിയ പൂങ്കളം തന്നിൽ വിലസിന മൂലതായേ. കളമെഴുത്ത് പാട്ടാണേ. നെക്സ്റ്റ്. बाज रही जिनकी नगरी मो, बाज रही जिनकी नगरी मो, सादा धर्म की बेरी, सादा धर्म की बेरी. रामचंद्र प्रभो, रामचंद्र प्रभो, रामचंद्र प्रभो, तुम बिन प्यारे कौन खबर ले